ഏ ഏ ഏ ഏ ഏ ഏ ഏ ഏ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഞാൻ കേൾക്കാണ്ടിരുന്നിട്ടുള്ളത്? നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ബെസ്റ്റ് ഫ്രണ്ട്, പുണ്യമായ മായം കലരാത്ത ഒരു ബന്ധം. ഫുഡ് ഷെയർ ചെയ്യുന്നു, സീക്രട്ട് ഷെയർ ചെയ്യുന്നു, സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുന്നു, ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആരെയും വിശ്വസിക്കരുത്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 2 ടൈപ്പ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ. സെക്കൻഡ് ടൈപ്പ്, ബൈ മിസ്റ്റേക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ ഡേറ്റ് ചെയ്യുന്നവർ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പിനെ പറ്റിയാണ്. मेरी बेस्ट फ्रेंड शादी कर रही है और वो भी उस बंदे से जिससे मैं प्यार करती हूँ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? Through the movie Cocktail and real life examples, meet the clowns. I mean characters. വെറോണിക്ക റിച്ച് ആണ്, ഫ്രീ സ്പിരിറ്റഡ്, ലവിങ് ആണ്, കെയറിങ് ആണ്, ആരെയും കണ്ണും പൂട്ടി വിശ്വസിച്ചാളെയും. നിന്നെ പോലെ, യെസ് യു. ഒരു ദിവസം വെറോണിക്ക മീരയെ കണ്ടുമുട്ടുന്നു. ഒരു പാവം ട്രഡീഷണൽ പെൺകുട്ടി, ചീറ്റഡ് ബൈ ഹർ ഓൺ ഹസ്ബൻഡ്. ഇവളുടെ കഥ കേട്ട് നമ്മുടെ വെറോണിക്ക മീരയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം ഫാമിലിയെ പോലെ കണക്കാക്കുന്നു. I need you. റെന്റ് കൊടുക്കണ്ട, ബില്ലടയ്ക്കണ്ട, ഫ്രീ ഫുഡ്. പക്ഷേ മീരയ്ക്ക് വെറോണിക്കയുടെ ഇത്രയും സാധനങ്ങൾ മാത്രം ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോരാ, വെറോണിക്കയുടെ ബോയ് ഫ്രണ്ടിനെ കൂടി വേണമെന്ന്. ഇതാണ് ഗൗതം. ചെറിയൊരു ടൈം ലൈനിലാണെങ്കിൽ പോലും ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഡേറ്റ് ചെയ്ത മഹാപുരുഷൻ. ഓ, എനിക്കൊക്കെ സുഖല്ലേ? ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു. മീരയ്ക്കാണെങ്കിൽ ഇവനെ കണ്ണെടുത്താ കണ്ടൂടാ. मस्ती में तो सुअर भी रहता है, रोलिंग इन शिट होल डे. As Veronica's boyfriend. गौतम कपूर ना वो टिपिकल टाइप का कीड़ा है जो तुम्हें यूज करेगा, फ्री में तुम्हारे घर में रहेगा, इसी सोफे पे लेट के तुम्हारे पैसों का पॉपकॉर्न खाएगा और एक फूटी कौड़ी भी ना इस घर में नहीं देगा. സ്വന്തം ബോയ്ഫ്രണ്ട് ആയിട്ടാണെങ്കിൽ മീരയ്ക്ക് ഓക്കെയാണ്. ഇവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീര. ഇവരുടെ റിലേഷൻഷിപ്പിൽ തേർഡ് വീലായി പോയിക്കൊണ്ടിരുന്ന മീര വെറോണിക്കയെ തന്നെ തേർഡ് വീലാക്കാൻ നോക്കുകയാണ്. ഇതിനെയാണല്ലേ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത്. അങ്ങനെ നാണമില്ലാത്ത ഈ രണ്ടുപേർ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ചിലവിൽ ജീവിച്ച് അവളെ തന്നെ തേക്കുന്നു. मेरे घर में रहो, मेरे पीछे मेरे बॉयफ्रेंड को रोमांस करो, लिव हैप्पीली एवर आफ्टर. और इनमें गधा कौन बना? गेस. പക്ഷേ ചീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയവരെ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വെറോണിക്ക വിട്ടുകൊടുക്കുകയാണ്. किसी को हारना ही था ना, अनफॉर्चुनेटली इट्स मी यार. ഇതിങ്ങനെ സിനിമയിൽ കാണുന്ന അത്രയും ഈസി അല്ല റിയൽ ലൈഫിൽ. കുറെ അൺഫോളോസ്, ബ്ലോക്സ്, മ്യൂച്വൽ ഫ്രണ്ട്സിനെ ഹാൻഡിൽ ചെയ്യൽ. ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ കല്യാണം, ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. കോമൺ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അന്ന് ആ കല്യാണത്തിന് എല്ലാ ആൾക്കാരെയും വിളിച്ചു. ഈവൻ ഞങ്ങളുടെ കൂടെ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പോയ ആൺകുട്ടികളെ വരെ ആ കല്യാണത്തിന് വിളിച്ചു. പക്ഷെ എന്നെ ആ കല്യാണത്തിന് വിളിച്ചില്ല. ആൻഡ് അത് പറഞ്ഞത്, അതായത് ഈ കുട്ടി പറഞ്ഞത്, അത് ഈ പെർട്ടിക്കുലർ ഫീമെയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കരുത് എന്നുള്ളത്. വെരി ടഫ്. ഇതിന്റെ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് മനസ്സിലേക്ക് വരുന്നത് ഹൻസിക മോത്വാനിയുടെ കഥയാണ്. ഹൻസിക 2014 കൂട്ടുകാരിയുടെ വിവാഹം കൂടാൻ പോകുന്നു. അവിടെ വെച്ച് കൂട്ടുകാരിയുടെ ഹസ്ബൻഡിനെ ഇഷ്ടമാവുന്നു. ഇവരുടെ അഫയർ കണ്ടുപിടിച്ച ഫസ്റ്റ് വൈഫ് ഡിവോഴ്സ് വാങ്ങുന്നു. ആ ഡിവോഴ്സിന്റെ മുറി ഉണങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹൻസികയും എക്സ് ഹസ്ബൻഡും കൂടി അവരുടെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കുന്നു. എന്നിട്ട് യാതൊരു നാണവും മാനവും ഇല്ലാതെ അവരുടെ കല്യാണം ഒരു സീരീസ് ആയി പ്രൊഡ്യൂസ് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ ഇറക്കുന്നു. ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഹേർട്ടായതാരാ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ഫസ്റ്റ് വൈഫ്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വിശ്വസിക്കുന്ന, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന 2 പേരാണ് ഒരേ ടൈമിൽ ഇവരെ ചതിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി?
ഓപ്പോസിറ്റ് നിന്ന് ചതിക്കുന്നവരെക്കാൾ കൂടെ നിന്ന് ചതിക്കുന്നവരെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ വെടി വെച്ച് കൊല്ലണമെന്നുണ്ടായത് രണ്ടുപേരെ. നമുക്കുണ്ടാവുന്നത് ഈ സെയിം ഫീലിംഗ് ആണ്. നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാലോ അവിടെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ബെസ്റ്റി ഉണ്ടോ എന്ന്. നിങ്ങളുടെ പാർട്ട്ണർ ബെസ്റ്റിയെ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള സെൽഫ് റെസ്പെക്ട് കെട്ടിപ്പൂട്ടി ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർക്ക് മനസ്സിലാവും, സി എൻ്റെ ബെസ്റ്റി എനിക്ക് വേണ്ടി ഓൾവേസ് അവൈലബിൾ ആണ്. ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും അവളുണ്ട്, ഞാൻ എപ്പോൾ വിളിച്ചാലും അവളുണ്ട്. എന്തുകൊണ്ട് ഒരു കാര്യം കൂടി, എൻ്റെ എല്ലാം അവൾക്കറിയാം, എൻ്റെ എല്ലാം അവനറിയാം. എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒന്നിച്ചൂടാ? അപ്പം ആര് കോമാളിയായി അവിടെ? ഇത്ര നാൾ നിന്ന് നിന്റെ ടൈം, നിന്റെ എനർജി, നിന്റെ പൈസ, നിന്റെ സമയം പോയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും വൈകിട്ടില്ല കുഞ്ഞെ, കെട്ടിപ്പൂട്ടി ഇറങ്ങിക്കോള. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ബെസ്റ്റി കയറി വരുന്നതെങ്കിൽ ആളിൽ നിങ്ങൾ വളരെ അൺകംഫർട്ടബിൾ ആണെന്ന് പാർട്ട്ണറോട് പറയുക. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ അനിയന്റെ പോലെയാണ്, എൻ്റെ അനിയത്തിയുടെ പോലെയാണ് എന്നൊക്കെ ഇവർ പറയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സം സിസ്റ്റേഴ്സ് ആർ ഫ്രം ഗെയിം ഓഫ് ത്രോൺസ്. Jamie and I are more than brother and sister. We shared a womb. Came into this world together, we belong together. എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ആക്കാതെ അപ്പ തന്നെ ഇറങ്ങിക്കോണം പ്ലീസ്. കാരണം പിന്നീട് നിങ്ങൾ അവരെ അതിരുവിട്ട ബന്ധത്തിൽ കൈയോടെ പിടിക്കുമ്പോൾ നാണം കെട്ട് ചമ്മി ഇറങ്ങുന്നതിനേക്കാൾ ഇപ്പോഴേ ഇറങ്ങുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യു വിൽ ഫൈൻഡ് യുവർ റൈറ്റ് പാർട്ട്ണർ കുറച്ചുകൂടി നേരത്തെ. അല്ലെങ്കിൽ ആ റൈറ്റ് പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും യു വിൽ ബി അവേ ഫ്രം ദ ഡ്രാമ. പിന്നെ ബെസ്റ്റീസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബൗണ്ടറി വെക്കണം. ഇപ്പോഴേ ഒരു ബൗണ്ടറി വെച്ചാൽ നാളെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിങ്ങനെ സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ലൈഫിലോ ഉണ്ടായി കാണും ഇങ്ങനെ എന്തെങ്കിലും. ഇതെങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യൂ, നമുക്ക് എല്ലാവർക്കും വായിച്ച് ജഡ്ജ് ചെയ്യാം. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. ഒരു റിലേഷൻഷിപ്പിൽ 2 പേരെ പാടുള്ളൂ. 3 പേരാണെങ്കിൽ അത് റിലേഷൻഷിപ്പ് അല്ല, ദാറ്റ്സ് എ ലവ് ട്രയാങ്കിൾ. You love me, I love her. लो बोल दिया. ഓക്കെ.